ഹായ് ഹലോ വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇയർ ഡിഗ്രീനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിലും മുൻപ് 4 ഇയർ ഡിഗ്രീനെ കുറിച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയായിരിക്കും അതിൻ്റെ രീതികൾ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അത് കേരള സർവകലാശാലയാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ റിപ്പോർട്ടറിലാണ് ഒരു ബ്രേക്കിംഗ് പോലെ വന്നത്. നമ്മുടെ 4 ഇയർ ഡിഗ്രി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പാളിയിട്ടുണ്ട്. സബ്ജക്റ്റ് സ്വിച്ചിങ് പ്രതിസന്ധിയിൽ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഈ 3rd സെമസ്റ്ററിൽ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ സബ്ജക്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം പ്രതിസന്ധിയിലാണ്. അങ്ങനെ നമുക്ക് ഇഷ്ട വിഷയം കിട്ടുന്നില്ല 3ാമത്തെ സെമസ്റ്ററിൽ. അതാണ് ഏറ്റവും ഇപ്പോൾ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ ഇപ്പോൾ കേരളത്തിലെ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി കൂടിയാണ് നമ്മുടെ കോളേജസ് തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷമൊന്നും ആർക്കും ഇങ്ങനെ പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഒന്നും തന്നെ ഇല്ല. അതിനൊപ്പമാണ് ഇപ്പോൾ 4 ഇയറും കൂടെ ആക്കിയത്. അപ്പോൾ 4 വർഷം ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഇപ്പോൾ എബ്രോഡ് പോകാനും +2 കഴിഞ്ഞാൽ നേരെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ UK പോകാനോ US പോകാനോ ഒക്കെയാണ് എല്ലാവരുടെയും ഒരു പൊതു താല്പര്യം കണ്ടുവരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതൊരു 4 കൊല്ലത്തേക്ക് ആക്കിയത്. 4 കൊല്ലത്തേക്ക് ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ 4 വർഷം ഒരു വിദ്യാർത്ഥി പഠിച്ച് കഴിഞ്ഞ് നമ്മൾ ബിടെക്കൊക്കെ പഠിച്ച് കഴിയുന്ന പോലെ ആവുമല്ലോ. അത് ബിടെക്കും ഇപ്പോൾ ഡിഗ്രിയൊക്കെ ഇനിയിപ്പോൾ ഒരുപോലെ ആവും. ആ ഒരു മെത്തേഡിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 4 വർഷ ബിരുദത്തിന് ഇപ്പോൾ ചേരാൻ പോകുന്ന എല്ലാവരും ഒരു കൺഫ്യൂഷനിലാണ്. ഇങ്ങനെ ഈ സ്വിച്ചിങ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഹൈലൈറ്റുമാണ് നിന്നിരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പുതിയ സംഭവമാണ്. ഈ ഒരു പുതിയ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു 2-3 വർഷമൊക്കെ പിടിക്കുമ്പോൾ ഒന്ന് അഡാപ്റ്റ് ആയിട്ട് വരണമെങ്കിൽ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബാച്ചിലുള്ള കുട്ടികൾക്കായിരിക്കും അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്ത് ഇപ്പോൾ നമ്മളുടെ അടുത്ത് കൺസൾട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും പറയുന്നത് ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ടാണെങ്കിലും പഠിക്കാം. ഇപ്പോൾ 4 കൊല്ലമൊന്നും കോളേജിൽ പോയി പഠിക്കാനുള്ള ഒരു മൈൻഡ് ആർക്കും ഇല്ല. അങ്ങനെ പറഞ്ഞ് ഡിസ്റ്റൻസ് ഡിഗ്രി ഇപ്പോൾ 3 കൊല്ലമാണല്ലോ. അപ്പോൾ ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കുന്ന കുറേ കുട്ടികളും അങ്ങനെ ഒരു പ്രവണതയും കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ കോളേജ് ലൈഫ് കിട്ടണം ആ ഒരു മൈൻഡിലാണ് നമ്മൾ കോളേജിൽ പോയി പഠിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെൽഫ് സഫിഷ്യൻ്റ് ആവണം, അങ്ങനെ ഒരു മൈൻഡാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കാലിക്കറ്റ് ആണെങ്കിലും കേരള, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ തൃശ്ശൂർ ഈ ഭാഗത്തൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കോളേജിൽ പോയി പഠിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു ന്യൂസ് കണ്ടപ്പോൾ ശരിക്കും അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം 4 വർഷ ഡിഗ്രി അഡ്മിഷൻ എടുത്ത ഇപ്പോൾ +2 കഴിഞ്ഞ കുറേ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഇതൊരു വലിയ ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. സോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്ക് കൺവേ ചെയ്യാനുള്ളത്. നമ്മളാരും ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾ പഠിക്കണം അങ്ങനെയല്ല, അങ്ങനെ ആരും കമ്പൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റിൽ ആവണം അങ്ങനെ പ്ലാനുള്ളവർ 4 വർഷം വേസ്റ്റ് ചെയ്യേണ്ട വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ എബ്രോഡ് പോവുകയോ പുറത്തെവിടെയെങ്കിലും ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോയി പഠിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവർ ശ്രദ്ധിച്ച് അഡ്മിഷൻ എടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.